ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫിനിക്സ് ലേണിംഗ് ആപ്പ്. നമ്മുടെ സ്വന്തം ഫിനിക്സിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കമ്പാരിറ്റീവ്ലി നമുക്കറിയാം, കഴിഞ്ഞ പബ്ലിക് എക്സാമിന് +1 ചോദിക്കുന്ന സമയത്ത് കെമിസ്ട്രി കുറച്ച് സിമ്പിളായിട്ട് ചോദിച്ചതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡായി ചോദിച്ചിട്ടുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി വെച്ചിട്ട് ഒന്നും ഡയറക്റ്റായിട്ട് ചോദിക്കാതെ തന്നെ കുറച്ചൊക്കെ ചിന്തിക്കുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇനി വരുന്ന +1 വിദ്യാർത്ഥികൾക്കായിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസും പതിയെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആൻസർ എനി 7 ക്വസ്റ്റ്യൻ ഫ്രം 1 to 9 ഈച്ച് ക്യാരീസ് 1 സ്കോർ. അതായത് സാധാരണ ഒരു പബ്ലിക് എക്സാമിന് +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ, നമ്മുടെ ഏതൊരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഏതൊരു HSC ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു സ്ഥിരം പാറ്റേൺ തന്നെയാണ്. ആദ്യത്തെ 9 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 7 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാം. എല്ലാത്തിനും എന്താണ്, 1 മാർക്കാണ്. അപ്പോൾ അതിൽ നിന്നും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സ്ട്രക്ചർ ഓഫ് ആറ്റം, the quantum number which gives the energy of an electron in an atom. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടം നമ്പേഴ്സ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ അവസാനമായിട്ടാണ് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതുപോലെ തന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ. അതായത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഈ ക്വാണ്ടം നമ്പേഴ്സിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ മെയിൻ ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അതായത് എനർജി കാര്യങ്ങൾ പറയുന്ന നമ്മുടെ ക്വാണ്ടം നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സോ ഓപ്ഷൻ എ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ ബി ആണെങ്കിൽ നമുക്കറിയാം സബ് ഷെല്ലിനെയാണ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അതിൻ്റെ ഓർബിറ്റൽസിനെയാണ്. സ്പിൻ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത് എന്താണ്, അതിൻ്റെ ഡയറക്ഷനാണ് അല്ലേ. സ്പിന്നിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുള്ള ബേസിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അല്ലേ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് എലമെന്റ് ഹാസ് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അഗൈൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമുക്കറിയാം അലോങ് ദി പീരിയഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഡൗൺ ദി ലൂപ്പ് ഡിക്രീസ് ചെയ്യും. ബട്ട് ശ്രദ്ധിക്കണം, ഓപ്ഷൻസ് ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഫ്ലോറിൻ ഉണ്ട്. ഗ്രൂപ്പ് 17 ആണ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നത്. അതിൽ തന്നെ നമ്മളൊരു ചെറിയൊരു എക്സെപ്ഷൻ ആയിട്ട് വിത്ത് ഗ്രാഫൊക്കെ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൗൺ ദി ഗ്രൂപ്പ് നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസ് എന്ന് പറയുമ്പോഴും ഡിക്രീസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാണിക്കേണ്ട ഫ്ലൂറിനാണ്. ക്ലോറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവ്. സാധാരണ +1 എക്സാമിന് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂറിൻ്റെ സ്മാൾ സൈസും അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട് തന്നെ ക്ലോറിനാണെന്ത് ഫ്ലൂറിനേക്കാളും മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 17 ഹലജൻ ഫാമിലിയിൽ തന്നെ ആർക്കാണ് ഫ്ലൂറിനേക്കാളും എക്സെപ്ഷൻ കേസായിട്ട് ഫ്ലൂറിനേക്കാളും കൂടുതൽ ക്ലോറിൻ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. Chlorine is the correct third answer. question from states of matter. According to the kinetic molecular theory of gases, the average kinetic energy of a gas molecule is directly proportional to ഒരു പിന്നെ പോയിന്റ്സ് തന്നെ നമ്മുടെ തിയറിയിൽ പറയുന്നുണ്ട്. പോസ്റ്റുലേറ്റ്സ് പറയുന്ന directly proportional to the absolute temperature. കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. Okay. Fourth question, the oxidation number of oxygen in a superoxide. അല്ലേ, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ നമുക്കറിയാം ജനറലി -2 ആണ്. പക്ഷേ നമ്മുടെ സൂപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1 KO2 ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലേ. ഗ്രൂപ്പ് 1ൻ്റെ ഒരു O2 ഫോമാണ് സൂപ്പർ ഓക്സൈഡ്. നമുക്കറിയാം ഗ്രൂപ്പ് 1 ഇസ് ആൾവേസ് ഷോ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമുക്കറിയാം കോമ്പൗണ്ട്സിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ്റെ O2ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ഓക്സിജനിൽ എത്ര കിട്ടുക, പൊട്ടാസ്യത്തിൻ്റെ +1 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കണം ഒരു സൂപ്പർ ഓക്സിജൻ എക്സാമ്പിൾ, ദാറ്റ് ഈസ് KO2. ദ ഗ്രൂപ്പ് 1 ഈസ് ആൾവേസ് ഷോ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിജൻ ഈസ് നമുക്കറിയില്ല, നമ്മൾ X എന്ന് കൊടുത്തു. നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം, നമുക്ക് എന്താണ് ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ആൾജിബ്രിക് സം എത്രയാണ്, 0 ആണ്. അങ്ങനെയാണ് 1 + X ഉള്ള 2 ഓക്സിജൻ = 0. അങ്ങനെയാണെങ്കിൽ 2X = എനിക്ക് -1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇൻ സൂപ്പർ ഓക്സൈഡ് ദാറ്റ് ഈസ് എന്താണ് -1/2. ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. ഇക്വിലിബ്രിയം ആണ് an example of Lewis acid among the following. ഇത് ശ്രദ്ധിക്കണം, കാരണം അതിൽ HCl ഒരു ആസിഡാണ് നമുക്കറിയാം. ഓക്കെ, അതുപോലെ NH3 ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് അഗൈൻ ഒരു ആസിഡാണ് BF3. ഓക്കെ,
അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ ലൂയിസ് ആസിഡ് ആണ് ചോദിച്ചത്. നമുക്കറിയാം HCl H2SO4 ഒക്കെ അരീനിയസ് ആസിഡ് ആണ്. അക്വസ് സൊല്യൂഷനിൽ H+ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ദാറ്റ് ഈസ് അരീനിയസ് കൺസെപ്റ്റ്. സോ HCl H2SO4 അവർ അരീനിയസ് കൺസെപ്റ്റ് പ്രകാരം അരീനിയസ് ആസിഡ്സ് ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ലൂയിസ് ആസിഡ് ആണ്. ലൂയിസ് കൺസെപ്റ്റ് എന്താ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസുകളാണ് എന്ത് ലൂയിസ് ആസിഡ്. അതുപോലെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളുകളാണ് ലൂയിസ് ബേസ്. സോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ ഏതാ നോക്കിയാൽ മതി. അതിൽ BF3 നമുക്കറിയാം, BF3 ലെ ബോറോൺ സെൻട്രൽ ആറ്റത്തിന്റെ ഒക്റ്ററ്റ് എന്തല്ല കംപ്ലീറ്റ് അല്ല. BF3 നമ്മൾ നോക്കിയാൽ മതി, ലൂയിസ് സ്ട്രക്ചർ വരച്ചാൽ നമുക്ക് കാണാം ബോറോണിൽ 6 ഇലക്ട്രോണേ ഉള്ളൂ. ബോറോണിന്റെ ഒക്റ്ററ്റ് സെൻട്രൽ ആറ്റായിട്ടുള്ള ബോറോണിന്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് അല്ല, ബോറോണിന് 6 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, സോ BF3 സെൻട്രൽ ആറ്റത്തിന്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് അല്ല. സോ സെൻട്രൽ ആറ്റം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. സോ BF3 is ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ. അതുകൊണ്ട് BF3 ആണ് ലൂയിസ് ആസിഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ്. ഓക്കെ, ലൂയിസ് ആസിഡ്. സോ ആൻസർ BF3. Option D is a correct answer. Then sixth question, a mixture of carbon monoxide and nitrogen is known as producer gas. കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും ഗ്യാസിന് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നും നമ്മുടെ പി ബ്ലോക്കിലാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും ഗ്യാസ് അല്ലേ, നിങ്ങൾക്കറിയുന്നുണ്ടാവും എന്താണ് വാട്ടർ ഗ്യാസ്, സിന്തസിസ് ഗ്യാസ്, അതുപോലെ തന്നെ സിൻ ഗ്യാസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഗ്യാസും കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സർ എന്ന് പറഞ്ഞാൽ വാട്ടർ ഗ്യാസുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. ദ പ്യൂരിഫിക്കേഷൻ ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ ക്ലോറോഫോം ആൻഡ് അനിലിൻ. രണ്ട് ലിക്വിഡ്സ് ആണ്, അവർ തമ്മിൽ ബോയിലിംഗ് പോയിന്റ് NCERT പറയുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ക്ലോറോഫോമും അനിലിനും. ഓക്കെ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ, കാരണം ക്ലോറോഫോമും അനിലിനും തമ്മിൽ ലാർജ് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. ക്ലോറോഫോമിന്റെ ബോയിലിംഗ് പോയിന്റ് 334 കെൽവിൻ ആണ്, അനിലിൻ്റെ 457 കെൽവിൻ ആണ്. സോ ലാർജ് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. സോ ദേ ക്യാൻ ബി purified by using simple distillation is the answer. Okay, NCERT പറഞ്ഞ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആൻസർ സിമ്പിൾ ഡിസ്റ്റിലേഷൻ. അടുത്തത് അഗൈൻ ഹൈഡ്രോകാർബൺസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കോൾഡ് ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ജനറലി നോൺ ആസ്. നമുക്കറിയാം ബേയസ് റിയേജന്റ്. ബേയസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ അല്ലെ. ബേയസ് റിയേജന്റ് കോൾഡ് ഡൈല്യൂട്ട് കെമിനോഫോർ. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് 9th ക്വസ്റ്റ്യൻ. നമ്മളെ ലാസ്റ്റ് ചാപ്റ്ററായ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. നമുക്കറിയാം ഒരു ഏതൊക്കെ ഗ്യാസുകളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ മീഥെയിൻ, CFC, അതുപോലെ തന്നെ വാട്ടർ വേപ്പർ, ഓസോൺ, ഇവരൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യുക, നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു എക്സാമ്പിൾ ചെയ്താൽ. അപ്പോൾ ഈ ഒരു 9 ക്വസ്റ്റ്യനിൽ നിന്ന് വന്ന ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, റിഡോക്സ് റിയാക്ഷൻ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം, നമ്മുടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺ ആൻഡ് ഫസ്റ്റ് നെയിമിംഗ് ഓർഗാനിക് ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി, പിന്നെന്താണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. അപ്പോൾ ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് ഇതിലൊരു 7 ക്വസ്റ്റ്യൻ എഴുതാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അത്ര വലിയ ടഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിധി എഴുതാനൊന്നും പറ്റില്ല. ഒരു നോർമൽ ഒന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഫസ്റ്റ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആൻസർ എനി 10 ക്വസ്റ്റ്യൻ ഫ്രം 10 to 22 ഈച്ച് ക്യാരീസ് 2 scores. നമ്മൾ സാധാരണ പബ്ലിക് എക്സാമിൻ്റെ മോഡൽ തന്നെ ആദ്യം 1 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ 2 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 ക്വസ്റ്റ്യനോളം നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10 നമുക്കറിയാം. ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ എ ചോദിക്കുന്നത് ഹു പ്രപ്പോസ്ഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ഫസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 മാർക്കിൽ ആദ്യം തന്നെ വന്നത് സം ബേസിക് ആയിരുന്നു. അപ്പോൾ ഹു പ്രപ്പോസ്ഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്ത് നമുക്കറിയാം ആന്റോണിൻ ലാവോസിയർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇല്ലുസ്ട്രേറ്റ് ദ എബവ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ബൈ യൂസിങ് എ കെമിക്കൽ റിയാക്ഷൻ. സോ ഒരു കെമിക്കൽ റിയാക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ലോ ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ റിയാക്ഷൻ കൊടുത്താൽ മതി. എക്സാമ്പിൾ സാർ ഒന്ന് കാണിച്ചു. C+O2 gives CO2. ഒരു റിയാക്ഷൻ ചെയ്ത് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു സിമ്പിൾ റിയാക്ഷൻ എഴുതിയാൽ മതി. ഓക്കെ, നമുക്കറിയാം 1 മോൾ കാർബൺ, സോ ഇവിടെ 12 ഗ്രാം കാർബൺ ആണ്. 1 മോൾ O2 32 ഗ്രാം ആണ് അല്ലേ. ഓക്കെ,
സോ എന്താ നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് equal to total mass of product. Mass can neither be created nor Nor be be destroyed. destroyed. Okay. Law So of the ഒരു conservation മോൾ of കാർബൺ energy ഡൈ ഓക്സൈഡ് നമുക്കറിയാം 44 ഗ്രാം ആണ്. സോ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഒരു മോൾ കാർബണും ഒരു മോൾ ഓക്സിജനും ആണ് ഇവിടെ റിയാക്ടൻസ്. സോ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് എത്ര വരിക 12 + 32 എത്രയാ 44 ഗ്രാം അല്ലെ. ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് എത്രയാണ് 44 ഗ്രാം ആണ്. രണ്ടും ഈക്വൽ ആണ്. സോ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ്. ഏതെങ്കിലും ഒരു സിമ്പിൾ റിയാക്ഷൻ കാരണം നമുക്ക് ആകെ ഒരു മാർക്കുള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് കാണുന്ന നമുക്ക് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെറുതെ ടൈം കളയേണ്ട ആവശ്യം കൂടെ ഇല്ല. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 11, വാട്ട് ഈസ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫ്രം സ്ട്രക്ചർ ഓഫ് ആറ്റം എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, റേഡിയേഷൻ വന്നിട്ട് ഒരു മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് മെറ്റൽ ബോർഡിൽ നിന്നും ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, ഇലക്ട്രോണിൻ്റെ പുറന്തള്ളലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ. ഇത് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദെയർ മെറ്റൽ സർഫസ് വെൻ റേഡിയേഷൻ സ്ട്രൈക്ക് ഓൺ ഇറ്റ്. നമുക്കറിയാം ഐൻസ്റ്റീൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, കാരണം 2 മാർക്കാണ്. നമുക്ക് വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു ഫിഗറൊക്കെ വരച്ച് കാണിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 12, അറ്റോമിക് റേഡിയസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദി ആറ്റം. Explain the variation of atomic radii along groups and period in the periodic table. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം സ്ഥിരം ചോദിക്കുന്ന ഒരു മോഡൽ തന്നെയാണ്. കാരണം ഡൗൺ ദി ഗ്രൂപ്പ് നമുക്കറിയാം ഷെല്ലുകളുടെ എമൗണ്ട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും വാലൻസ് ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡൗൺ ദി ഗ്രൂപ്പ് കുറയാണ്. അതുകൊണ്ട് തന്നെ അറ്റോമിക് സൈസ് ഡൗൺ ദി ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അലോങ് ദി പീരീഡ് പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരിക്കലും ഷെല്ലുകളുടെ എമൗണ്ട് കൂടുന്നില്ല, ബട്ട് ഇലക്ട്രോണുകളുടെ എമൗണ്ട് കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് നമുക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിലൂടെ പറയാം. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, അറ്റോമിക് സൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും അല്ലേ. അലോങ് ദി പീരീഡ് ഡിക്രീസും ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസും. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫിഗറൊക്കെ വരച്ചിട്ട് ജസ്റ്റ് ഒരു പീരീഡും ഗ്രൂപ്പും കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും 2 മാർക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 നമുക്ക് നോക്കാം. റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിക്കുന്നത്. Na2O + വാട്ടർ. Na2O നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസിൽ, അതുപോലെ തന്നെ ഹൈഡ്രജനിലൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ കാണാം എന്തുണ്ടാവുക, 2 NaOH ആണ് ഉണ്ടാവുക അല്ലേ. ഒരു NaOH എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടും. അതേപോലെ തന്നെ Cl2O7 വാട്ടർ എഴുതി കഴിഞ്ഞാലോ നമുക്കറിയാം HClO4 നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ബി ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ നേച്ചർ ഓഫ് എബോവ് ഓക്സൈഡ്സ് ബൈ എക്സാമിൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദി എബോവ് റിയാക്ഷൻ. നമുക്കറിയാം ഒരു കോമൺലി നമുക്ക് പറയാൻ പറ്റുന്നതാണ് Na2Oയും അതുപോലെ തന്നെ Cl2O7ൻ്റെയും പ്രൊഡക്റ്റിൻ്റെ നേച്ചറാണ് പറയുന്നത്. നമുക്ക് കോമൺലി പറയാൻ പറ്റും ഒരു മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നേച്ചർ ഏതാണ്, ബേസും. അതേപോലെ തന്നെ നോൺ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നേച്ചർ എന്താണ്, അസിഡിക്കുമാണ്. ഇവിടെ മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ Na2O ഒരു ബേസിക് ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് NaOH എന്നുള്ള പ്രൊഡക്റ്റും Cl2O7 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോൺ മെറ്റൽ ക്ലോറിൻ്റെ ഓക്സൈഡാണ്. നോൺ മെറ്റൽ ഓക്സൈഡ്സുകൾ എന്താണ് ജനറലി എന്നേ നമ്മൾ പറയുള്ളൂ, ഒരുപാട് എക്സെപ്ഷൻ കേസുകളുണ്ട്. ബട്ട് നമുക്ക് ജനറലി പറയാം Cl2O7 എന്താണ്, ഒരു അസിഡിക് നേച്ചറാണ്. അതുകൊണ്ട് HClO4 എന്ന് പറഞ്ഞൊരു ആസിഡ് നമുക്ക് എന്ത് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ളത്. Then അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 14, ഗേ-ലുസാക്സ് ലോ. നമുക്കറിയാം give the graphical representation of above law ആണ്. അതായത് ഗേ-ലുസാക്സ് ലോ നമ്മളെ ഗ്യാസ് ലോസിൽ തന്നെ 4 ഒന്നായ ഗേ-ലുസാക്സ് ലോ, അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ടെമ്പറേച്ചറാണ് അല്ലേ. ഇസ് ടെമ്പറേച്ചർ. നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വരക്കാൻ പറ്റും, ഒരുപാട് ഗ്രാഫുകൾ വേണമെങ്കിൽ വരക്കാം. നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ഗ്രാഫ് വരക്കാം. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും എന്നുള്ള വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ വരക്കാം. അതേപോലെ തന്നെ വേണമെങ്കിൽ P/T നമ്മളൊരു എക്സസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ P/T ഇസ് എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് കിട്ടും. ഇക്വേഷൻ P1/T1 = P2/T2 എന്നായിരുന്നു ഗേ-ലുസാക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. P/T ഇസ് എ കോൺസ്റ്റൻറ്റ്. വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിധത്തിലുള്ള ഗ്രാഫുകൾ നിങ്ങൾക്ക് വരക്കാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി, കാരണം ആ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടൈം കളയുന്നതിൽ എന്തില്ല, അർത്ഥമില്ല. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാതും പറഞ്ഞു തരിക എന്ന് മാത്രം, ഒരു ഡിസ്കഷൻ ആയതിൻ്റെ പുറത്ത് മാത്രം. എക്സാമിന് നിങ്ങൾ വെറുതെ എന്ത് ചെയ്യരുത്, ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം തെർമോഡൈനാമിക്സ് ആണ്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ തന്നിട്ടുണ്ട്, റിയാക്ഷനോട് എഴുതി നോക്കാം.
ബേസിക് ആയിട്ട് നമ്മളൊക്കെ എപ്പോഴും കാണുന്ന കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോഷൻ ആണ്. തെർമൽ ഡീകമ്പോഷൻ സോളിഡ് ഗിവ്സ് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഈ റിയാക്ഷന്റെ എൻതാൽപ്പി ആണ് ചോദിച്ചിട്ടുള്ളത്, എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ കാൽഷ്യം കാർബണേറ്റിന്റെ എൻതാൽപ്പി, ഓരോ കോമ്പൗണ്ടിന്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് ആലോചിക്കാനുള്ള പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഡയറക്റ്റ് കാൽക്കുലേഷൻ അധികം ചെയ്യാനൊന്നുമില്ല, കാരണം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഓരോ കോമ്പൗണ്ടിന്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ റിയാക്ഷന്റെ എൻതാൽപ്പി കാണാൻ എന്ത് ചെയ്താൽ മതി, പ്രൊഡക്റ്റുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ സം മൈനസ് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ചെയ്താൽ മതി അല്ലേ. ഇപ്പൊ കാൽഷ്യം ഓക്സൈഡ് എല്ലാം ഒരു മോളാണ്, പിന്നെ മൾട്ടിപ്ലൈ ഒന്നുമില്ല, എല്ലാം ഒരു മോളല്ലേ. ഓക്കെ, സോ ഏതാ കാൽഷ്യം ഓക്സൈഡിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്രയാ, പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലേ, നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ കാൽഷ്യം ഓക്സൈഡ് പ്രൊഡക്റ്റ് അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് 635.09 അല്ലേ. ഓക്കെ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്രയാ, മൈനസ് പ്ലസ് മൈനസ് ഓക്കെ അല്ലേ, പ്ലസ് മൈനസ് 393.51 പ്ലസ് മൈനസ് പിന്നെ മൈനസ് ആവും. ഇനി മൈനസ് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലേ, സോ മൈനസ് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്രയാ, മൈനസ് കാൽഷ്യം കാർബണേറ്റ് മൈനസ് 1206 അല്ലേ. ഓക്കെ, സോ മൈനസ് മൈനസ് പ്ലസ് ആവും അല്ലേ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആയി മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ് മൈനസ് കൂടി വരും, അത് എന്താവും പ്ലസ് ആയിട്ട് അല്ലേ. സോ 92. സോ ഇത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആൻസർ ഏകദേശം 178.32 കിലോ ജൂൾ പെർ മോൾ വരും. സിമ്പിൾ ആണ്, കാരണം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്ന പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് ചെയ്താൽ മതി, പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ചെയ്താൽ ഒന്നുകൂടി കാൽക്കുലേഷൻസ് ഒക്കെ സിമ്പിൾ, കാരണം എല്ലാം ഓരോ മോളാണ്, ഇപ്പൊ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പിന്നെ യൂണിറ്റ് ഒക്കെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. നമ്മുടെ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും യൂണിറ്റ് ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ എക്സാം എഴുതാവൂ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം ഇക്വിലിബ്രിയം ആണ് അല്ലേ. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി ജനറൽ റിയാക്ഷൻ. ഒരു ജനറൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. A plus BB gives CC plus DD. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് product of concentrations of products to product of concentrations of reactants അല്ലേ. ഓക്കെ, പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻസ് ഗുണിച്ചത് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻസ് ഗുണിച്ചത് അല്ലേ. ഓക്കെ, സോ KC is equal to, നമുക്ക് ആദ്യം പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻസ് എഴുതാം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്പർ ഓഫ് മോൾസിനെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ പവർ ആക്കിയിട്ട് എഴുതണം അല്ലേ. ഓക്കെ, സോ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻസ് അല്ലേ. സോ സിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ എഴുതാം, സ്ക്വയർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ C അല്ലെ, നമ്പർ ഓഫ് മോൾസിനെ പവർ ആക്കിയിട്ട് കൊടുക്കണം. സിന്റെ കോൺസെൻട്രേഷൻ ആയി ഇൻറ്റു പ്രൊഡക്റ്റ് ആണ്, സോ ഇൻറ്റു D അല്ലേ, D അടുത്ത പ്രൊഡക്റ്റ് D, സോ D raised to D അല്ലെ, പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് പ്രൊഡക്ട്സ്. ഓക്കെ, ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്ടൻസ് അല്ലേ. ആരൊക്കെ റിയാക്ടന്റ്, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും അല്ലെ. ക്യാപിറ്റൽ എന്റെ കോൺസെൻട്രേഷൻ A raised to A അല്ലെ, നമ്പർ ഓഫ് മോൾസിനെ പവർ ആക്കിയിട്ട് എഴുതണം, ഇൻറ്റു B raised to B. So equilibrium constant, it is the ratio of product of concentrations of products to product of concentrations of reactants. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, give the relationship between Kp and Kc of the reaction in equilibrium. ഓക്കെ, നമുക്കറിയാം ഡെറിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ പഠിക്കുക. സാധാരണ ഇതൊക്കെ ഒരു പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കാറ്. Kp എന്നിട്ട് Kc കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുക, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. Kp Kc തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. Kp is equal to Kc into RT raised to delta Ng അല്ലെ. Kp എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, Kc എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് concentration. R is the universal gas constant, T is the temperature, and delta Ng is the gaseous number of moles of gaseous reactants and products. Question number 17 നോക്കാം. Write any one method for the laboratory preparation of hydrogen. ഹൈഡ്രജൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്. നമുക്കറിയാം ലബോറട്ടറി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിങ്കിനെ ഡയലൂട്ട് HCl-ഉമായിട്ട് ഒരു ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജനും ബൈ പ്രോഡക്റ്റായിട്ട് ZnCl2 കിട്ടും. അതേപോലെ തന്നെ സിങ്കിനെ ഒരു അക്വസ് NaOH ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ടു ഫോം
ഹൈഡ്രജൻ ഗ്യാസ്. നമുക്കറിയാം Na2SO2 ഒക്കെ അവിടെ സിംഗ്ലേറ്റ് ഒക്കെ അവിടെ ബൈ പ്രോഡക്റ്റ് ഉണ്ട്. രണ്ട് റിയാക്ഷൻ പറയുന്ന റിയാക്ഷനാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു റിയാക്ഷൻ എഴുതി നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ സിങ്കോ ആസിഡ് ഒക്കെ ചെറിയ ക്ലാസ് വരെ പഠിക്കുന്ന റിയാക്ഷൻ സിമ്പിൾ റിയാക്ഷൻ എഴുതി വെച്ചാൽ മതി. ഗിവ് എനി 2 യൂസസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഒരുപാട് യൂസുകളുണ്ട്. നമ്മുടെ ഹൈഡ്രജനിൽ നമ്മളെ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം റോക്കറ്റ് ഫ്യൂവലായിട്ട് നമ്മുടെ ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാനുഫാക്ചർ ഓഫ് വനസ്പതി ഫാറ്റ് അല്ലേ, നമുക്കറിയാം വെജിറ്റബിൾ ഓയിൽസിനൊക്കെ ഹൈഡ്രജനേഷൻ നടത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വനസ്പതി ഫാറ്റുകളൊക്കെ എന്താണ് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ഒരു യൂസസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് മെറ്റൽ ഹൈഡ്രേറ്റിന് ഉണ്ടാക്കാൻ നമുക്ക് CH4 എന്ന് പറഞ്ഞ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഹൈഡ്രജൻ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും എന്ത് ചെയ്യുക, രണ്ടെണ്ണമൊക്കെ എഴുതി വെക്കുക. കോമൺ യൂസ് ആണ്. നമുക്കറിയാം യൂണിവേഴ്സിൽ തന്നെ കൂടുതലുള്ള ഹൈഡ്രജൻ ഒരുപാട് യൂസുകളുണ്ട്. അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18 ഫ്രം എസ് ബ്ലോക്ക് ആണ് അല്ലേ. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗിവ് ദ കെമിക്കൽ നെയിം ഓഫ് ബേക്കിംഗ് സോഡ. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് NaCO3 ആണ് നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ഇതായി കറങ്ങിയെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നമുക്കറിയുന്ന ഹെഡിങ് ആണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയെ നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സോഡിയം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു ബബിൾസ് ഫോം ചെയ്യാറുണ്ട്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ NaCO3 നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബബിൾസ് ഫോം ചെയ്യാറുണ്ട്. റീസൺ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവല്യൂഷൻ ഓഫ് ആരാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. CO2 ഗ്യാസ് ആണ്. Na2CO3 കൂടെ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അത് കോമൺ ആയിട്ട് നമ്മൾ ബുക്കിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 19 വീണ്ടും ഇനോർഗാനിക് കെമിസ്ട്രി സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് ഇനർട്ട് പെയർ എഫക്റ്റ്. നമുക്കറിയാം ഔട്ടർമോസ്റ്റ് എസ് ഇലക്ട്രോണിന് ബോണ്ടിൽ ഏർപ്പെടാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും, ആ ഒരു എഫക്റ്റിനെ കുറയും എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇനർട്ട് പെയർ എഫക്റ്റ്. നമുക്കറിയാം ഡൗൺ ദി ഗ്രൂപ്പ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി അതുകൊണ്ട് തന്നെ ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസും ലോവർ ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി എന്ന ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസും ആണ്. അത് വെച്ചിട്ട് സാധാരണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതായത് SiCl4 ആണോ അല്ലെങ്കിൽ SiCl2 ആണോ മോർ സ്റ്റേബിൾ, PbO ആണോ PbO2 ആണോ മോർ സ്റ്റേബിൾ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ഹയർ ലോവർ ഓക്സിഡേഷൻ സ്റ്റേജ് വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാവാറ്. ഇതെന്താണ് ഇനർട്ട് പെയർ ഇഫക്റ്റ് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. അതും P ബ്ലോക്കിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൈബോറൈൻ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഹൈഡ്രേറ്റ് ഓഫ് ബോറോൺ ആണ്. ദാറ്റ് ഈസ് B2H6 ആണ്. ഡൈബോറൈൻ്റെ സ്ട്രക്ചറിൽ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഹൈഡ്രജനിൽ 2 ടൈപ്പ് ഹൈഡ്രജനാണ് അതിൽ ഫോം ചെയ്യുന്നത്. നമുക്കറിയാം 2 ബോറോണെ കണക്ട് ചെയ്തിട്ട് ഓരോ ബോറോണിലും 2 ഹൈഡ്രജൻ വീതം ഒരു പ്ലെയിനിൽ കിടക്കുന്ന ഹൈഡ്രജൻ. ഈ 4 ഹൈഡ്രജന് ഒരു പ്രത്യേക പേര് തന്നെയുണ്ട്. ദാറ്റ് ഈസ് ടെർമിനൽ ഹൈഡ്രജൻ അല്ലെ. ടെർമിനൽ ഹൈഡ്രജൻ എന്നും ബാക്കി 2 ഹൈഡ്രജൻ നമുക്കറിയാം ബോറോൺ ടു ബോറോൺ ഒരു ബ്രിഡ്ജായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്ന ഹൈഡ്രജനാണ്. എന്ന് പറഞ്ഞാൽ ഒരു 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ടാണ്. നമ്മൾ ജനറലി വിളിക്കുന്ന ആ പേരെന്താണ്, ജസ്റ്റ് ലൈക്ക് എ ബനാന. ദാറ്റ് ഈസ് എ ബനാന ബോണ്ട് കാണിക്കുന്ന 2 ബ്രിഡ്ജഡ് ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് കാണിക്കുന്ന 2 ബ്രിഡ്ജഡ് ഹൈഡ്രജൻ്റെയും 4 ടെർമിനൽ ഹൈഡ്രജൻ്റെയും ഒരു കോമ്പൗണ്ടാണ് നമ്മുടെ B2H6 എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. P ബ്ലോക്കിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുട്ടികളൊക്കെ അത് നോക്കി പോയിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. നമുക്ക് പറയാം ചോദിക്കുന്ന ടൈപ്പ് തന്നെയാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം P ബ്ലോക്ക് ആണ്. P ബ്ലോക്ക് തന്നെയാണ് അല്ലെ. കാർബൺ ഫാമിലി എന്നാണ്. ഇപ്പോൾ P ബ്ലോക്കിൽ നിന്ന് ബോറോൺ ഫാമിലി നിന്ന് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, കാർബൺ ഫാമിലി നിന്ന് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം എനി 2 ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ. നമ്മൾ സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്റ്റലൈൻ ഫോം ഓഫ് നമ്മുടെ അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫ്ലോറിൻ. സാധാരണ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും. ഡയറക്റ്റ് നമുക്ക് കുഞ്ഞുനാളിൽ തന്നെ പഠിക്കുന്ന ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫ്ലോറിൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ B നോക്കാം. ശരിയാണ്. സിയോലൈറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ P ബ്ലോക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു നാച്ചുറൽ മിനറൽസ് ആണ് ഇത് സിയോലൈറ്റ് എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ അലുമിനോ സിലിക്കേറ്റ്സിനെയാണ് ജനറലി നമ്മൾ സിയോലൈറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കാറുള്ളത്. അപ്പോൾ സിയോലൈറ്റിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് കാര്യങ്ങളും ഫോമുലയും കാര്യങ്ങളൊന്നും നമ്മൾ ബുക്ക് NCERT ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിന് ഡീറ്റെയിൽ ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ക്രിസ്റ്റലൈൻ അലുമിനോ സിലിക്കേറ്റ്സ് ഒരു നാച്ചുറൽ മിനറൽസിനെ വിളിക്കുന്ന പേരാണ് ഇത് സിയോലൈറ്റ് എന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ ഗിവ് ആൻ എക്സാമ്പിൾ. നമുക്കറിയാം ആൽക്കഹോളിനെ ഗ്യാസോലിനാക്കി മാറ്റുന്ന ഒരു സിയോലൈറ്റ് ഒരു കോമൺ എക്സാമ്പിൾ ആണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു സിയോലൈറ്റിൻ്റെ പേരായിരുന്നു ജെറസം
5 കൺവേർട്ട് ആൽക്കഹോൾ ഇൻ ടു ഗ്യാസോലിൻ. അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പി ബ്ലോക്കിൻ്റെ ഇനോർഗാനിക് കെമിസ്ട്രി, എസ് ബ്ലോക്ക്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ഏതായാലും ഡയറക്റ്റൊക്കെ തന്നെയാണ്. എങ്കിലും കുറച്ചൊക്കെ എന്താ പറയുക, ബുദ്ധിമുട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു നോർമലി എന്ത് ചെയ്യുക, ഒരു അലസ്ഥിതിയൊന്നും ഇല്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്ര വലിയ ടഫൊക്കെ വരും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അത്രക്കൊന്നും ഉണ്ടായിട്ടില്ല. സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ബേസിക്കലി നോക്കുമ്പോൾ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 പോകാം അല്ലേ സാറേ? ഫ്രം ഓർഗാനിക് ബേസിക് നോമൻക്ലേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, 2ന്റെ UPSC നെയിം ചെയ്താൽ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അവിടെ ഒരു കാർബണിൻ്റെ ചെയിൻ കൊടുത്തിട്ടുണ്ട്, CH3 CH3 CH2 CH2 CH3 CH2 CH3. അപ്പോൾ നമുക്കറിയാം വേറെ ഫങ്ഷണൽ ഗ്രൂപ്പും കാര്യങ്ങളൊന്നുമില്ല, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും മൾട്ടിപ്പിൾ ബോണ്ട്സ് ഒന്നുമില്ല അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാം, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ തന്നെയാണ് നമ്മളെ പാരന്റ് ചെയിൻ. നമ്മൾ ഏത് കോമ്പൗണ്ടിനെ നെയിം ചെയ്യുമ്പോൾ ആദ്യം പാരന്റ് ചെയിനാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, സോ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെയിനാണ് നമ്മൾ പാരന്റ് ചെയിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, മൾട്ടിപ്പിൾ ബോണ്ട്സ് ഒന്നുമില്ല. സോ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആണ് ഇവിടെ പാരന്റ് ചെയിൻ അല്ലേ. ഇവിടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. ഓക്കെ, സെയിം സെയിം, കാരണം ഈ കാർബൺ വന്ന് 2 ഈഥൈൽ ഗ്രൂപ്പ് അങ്ങോട്ട്. സോ എങ്ങനെ എടുത്താലും പ്രശ്നമല്ല. സോ ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആയിട്ട് വരിക അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, അടുത്തത് നമ്പർ ചെയ്യണം അല്ലെ. നമ്പർ ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ 2 പ്രിഫിക്സുകൾ ഉണ്ട് അല്ലെ, 2 സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്, 2 ബ്രാഞ്ച് ഉണ്ട്. സോ നമുക്ക് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലോവസ്റ്റ് ലോക്കൻസ് അല്ലെങ്കിൽ ലോവസ്റ്റ് സം റൂൾ വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ചെയ്യുക, അല്ലെങ്കിൽ ലോക്കൻഡ് റൂൾ ലോവസ്റ്റ് ലോക്കൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ചെയ്യുക. ഇവിടെ 2 ചോയ്സ് ഉണ്ട് നമുക്ക് നമ്പർ ചെയ്യാൻ. ഒന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യാം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 6 അല്ലെ. 2ലും 4ലാണ് ഗ്രൂപ്പുകൾ വരിക അല്ലെ. 2ലും 4ലാണ് ഗ്രൂപ്പുകൾ വരിക. ഞാൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ എങ്ങനെ വരിക, 3ലും 5ലാണ് വരിക, 3ലും 5ലും. സോ ഒന്നെങ്കിൽ നമുക്ക് സം റൂൾ നോക്കാം, അല്ലെങ്കിൽ ലോക്കൻഡ് റൂൾ നോക്കാം. സം റൂൾ നോക്കുമ്പോൾ നോക്കാം, എങ്ങനെ നോക്കിയാലും സെയിം തന്നെ വരിക. സോ 6 വരും ഇവിടെ സമ്മ്, ഇവിടെ 8 വരും. ഓക്കെ, ഇപ്പോൾ സമ്മ് കുറവ് ഇതാണ് അല്ലേ. ഓക്കെ, സോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 2 4 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നമ്പർ ചെയ്യേണ്ടത്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്പർ ചെയ്യേണ്ടത്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്പർ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ലോക്കൻഡ് റൂൾ നോക്കിയാൽ മതി. ഏതാണോ ചെറിയ നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് അതാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ 2 4 2 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 3 5 3 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ചെറിയ നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്. ഓക്കെ, സോ 2 4 തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. എങ്ങനെ നോക്കിയാലും ലോക്കൻഡ് റൂൾ നോക്കാം, അല്ലെങ്കിൽ ലോവസ്റ്റ് സം റൂൾ നോക്കാം. എങ്ങനെ നോക്കിയാലും 2 4 എന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്പർ ചെയ്യേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി നമുക്ക് നെയിം ചെയ്യാം. നെയിം ചെയ്യുമ്പോൾ നമ്മുടെ പാരന്റ് ചെയിൻ ഇതാ 6 കാർബൺ ഉള്ളതാണ് പാരന്റ് ചെയിൻ. സോ വേർഡ് റൂട്ട് എന്താ വരിക, ഹെക്സ് എന്ന് വരിക അല്ലെ, ഹെക്സ്. ഇനി കാർബൺ കാർബൺ ബോണ്ടൊക്കെ സിംഗിൾ ബോണ്ടാണ്. സോ നമ്മൾ പ്രൈമറി സഫിക്സ് ആയിട്ട് എന്ത് കൊടുക്കും, AN എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, എന്ന് വെച്ചാൽ സെക്കൻഡറി സഫിക്സ് ഒന്നുമില്ല. ഇനി കോമ്പൗണ്ട് ചെയിൻ സൈക്ലിക് ഒന്നും അല്ല, നമ്മൾ സൈക്കിളും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ 2 പ്രിഫിക്സുകൾ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട് അല്ലെ, സെക്കൻഡറി പ്രിഫിക്സുകൾ ഉണ്ട്. 4ാമത്തെ കാർബൺ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2ാമത്തെ കാർബൺ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. ആദ്യം ആരെ എഴുതേണ്ടത്, ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ആരാണോ ആദ്യം അയാളെ നമ്മൾ ആദ്യം എഴുതേണ്ടത് അല്ലെ. സോ ഈഥൈൽ ഗ്രൂപ്പ് അല്ലേ ആദ്യം, മീഥൈലും ഈഥൈലല്ലേ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം. സോ അയാളല്ലേ നമ്മൾ ആദ്യം എഴുതേണ്ടത്. സോ 4th കാർബണമേ ഈഥൈൽ ഉണ്ട്. സോ എന്താ വരിക, 4 ഈഥൈൽ then second carbon methyl ഉണ്ട്. സോ 2 methyl hexyl. ഓക്കേ അല്ലേ. ഇനി അടുത്തത് ബി, വേറൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കേ, 3 ബോണ്ട് ലൈനിലാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് OH. സോ നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ലോങ്സ്റ്റ് ചെയിൻ ആണ് നമ്മൾ പാരന്റ് ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, കാരണം ആകെ ഒരു ചെയിനേ ഉള്ളൂ. സോ അതന്നെയാണ് നമ്മുടെ പാരന്റ് ചെയിൻ. സോ ഈ 3 കാർബണുള്ള ഇതേ ചെയിനേ ഉള്ളൂ ഇവിടെ. സോ തന്നെയാണ് പാരന്റ് ചെയിൻ. ഓക്കെ, സോ ഇനി നമുക്ക് പാരന്റ് ചെയിനെ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്പർ ചെയ്യേണ്ടത്. വേറെ ഒന്നും അവിടെ നോക്കണ്ട. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. സോ ഫംഗ്ഷൻ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നമ്പർ ചെയ്യണം. കാരണം ഇവിടെ നമ്പർ ചെയ്താൽ 1 2 3 ആണ് വരിക. ഇവിടെ നമ്പർ ചെയ്യണം അല്ലേ, അപ്പോഴേ OH ഗ്രൂപ്പ് ഫംഗ്ഷൻ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുള്ളൂ. സോ ഇവിടുന്ന് നമ്പറിങ് തുടങ്ങാം. സോ 1 2 3. സോ 3 കാർബൺ ആണുള്ളത് നമ്മുടെ പാരന്റ് ചെയിനിൽ. സോ വേർഡ് റൂട്ട് പ്രൊപ്പ് അല്ലെ. ഇനി നോക്കാം, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് പ്രൈമറി സഫിക്സ് ആയിട്ട്. എല്ലാം സിംഗിൾ ബോണ്ട് അല്ല. കാർബൺ നമ്മുടെ പാരന്റ് ചെയിനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സെക്കൻഡ് കാർബൺ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ നമ്മൾ എന്ത് കൊടുക്കാം, പ്രൊപ്പ് 2E.
അല്ലെ? ഓക്കെ. ഇനി സെക്കൻഡറി സഫിക്സ് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് OH ഗ്രൂപ്പിന്റെ സെക്കൻഡറി സഫിക്സ് നമുക്കറിയാം ഓൾ ആണ് അല്ലെ? ഫസ്റ്റ് കാർബൺ ആണ്, സോ 1 ഓൾ അല്ലെ? ഇനി ശ്രദ്ധിക്കണം, രണ്ട് സഫിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത് ആഡ് ചെയ്യുന്ന സഫിക്സിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ വവ്വൽ ആണെങ്കിൽ ഫസ്റ്റ് സഫിക്സിന്റെ ടെർമിനലി ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, സോ പ്രൊപ്പ് 2n 1 ഓൾ. ഓക്കെ, അല്ലെങ്കിൽ പ്രൊപ്പ് 2 എന്ന് എഴുതിയാൽ മതി. 1 എഴുതിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പ്രൊപ്പ് 2 അല്ലെങ്കിൽ പ്രൊപ്പ് 2n 1 ഓൾ. ക്വസ്റ്റ്യൻ നമ്പർ 22 ഹൈഡ്രോകാർബൺ സെക്കൻഡ് ഓർഗാനിക് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വുഡ്സ് റിയാക്ഷൻ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഇക്വേഷൻ എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ജസ്റ്റ് വുഡ്സ് റിയാക്ഷൻ എന്താണ് സ്ഥിരമുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം അല്ലേ? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ വി ഗെറ്റ് ആൽക്കൈൻ അല്ലേ? വേണമെങ്കിൽ റിയാക്ഷൻ നമുക്ക് എഴുതാം. ഓക്കെ, നമുക്കറിയാം ആൽക്കൈൽ ഹാലൈഡ് ആൽക്കൈൽ ഹാലൈഡിന് ആരുമായിട്ട് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ അല്ലേ? ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 മോളിക്യൂൾ RX എടുക്കണം അല്ലെ? 2 NaX പോകും, പിന്നെ 2 ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ 6 കിട്ടും. 2 മോളിക്യൂൾ എടുത്താൽ മതി. ഓക്കെ, 2 മോളിക്യൂൾ ഓർഗാനിക്കൽ ബാലൻസിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ 2 മോളിക്യൂൾ ആണ് റിയാക്ട് ചെയ്യുക. സോ അങ്ങനെ 6 കിട്ടും. 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽക്കൈൻ ആണ്. സോ അങ്ങനെ ആൽക്കൈനും കിട്ടും. Okay, പിന്നെ NaX കിട്ടും, സോഡിയം ഹാലൈഡ്. സോ വെൻ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ വി ഗെറ്റ് ആൽക്കൈൻസ്. ഓക്കെ, ദാറ്റ് ഈസ് വുഡ്സ് റിയാക്ഷൻ. CH4 മീഥേൻ മാത്രമേ നമുക്ക് കിട്ടാത്ത ഒരു ആൽക്കൈൻസ് ആയിട്ട് പ്രിപ്പയർഡ് ബിക്കോസ് മിനിമം 2 കാർബൺ ആണ്. ഓക്കെ, സോ ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, പിന്നെ അടുത്ത റിയാക്ഷൻ, അവിടെ റിയാക്ഷൻ എഴുതാനൊന്നുമില്ല, റിയാക്ഷൻ തന്നിട്ടുണ്ട്. റിയാക്ഷന്റെ പേരാണ് നമുക്കറിയാം, ആൽക്കൈൽ ക്ലോറൈഡും ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 ടൊളുവിൻ ഉണ്ടാവും അല്ലെ? നമുക്കറിയാം ഫ്രെഡൽ ക്രാഫ്റ്റ് അൽക്കൈലേഷൻ റിയാക്ഷൻ ആണ്. ബെൻസീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചതാ. ഫ്രെഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ഉണ്ട്, ആൽക്കൈലേഷൻ ഉണ്ട്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പാണ് ബെൻസീനിലേക്ക് വരുന്നത്. സോ ദിസ് ഈസ് ഫ്രെഡൽ ക്രാഫ്റ്റ് അൽക്കൈലേഷൻ റിയാക്ഷൻ. ജസ്റ്റ് ആ പേരേ ചോദിച്ചിട്ടുള്ളൂ, പിന്നെ കൂടുതൽ ചെയ്യണമെന്നില്ല. സോ ഫ്രെഡൽ ക്രാഫ്റ്റ് അൽക്കൈലേഷൻ. ഇനി നമ്മൾ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആൻസർ എനി 7 ക്വസ്റ്റ്യൻ ഫ്രം 23 to 31 ഈച്ച് ക്യാരീസ് 3 സ്കോർ. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെലക്ഷനും വന്നു, സെക്കൻഡ് മാർക്കും വന്നു. ഇനി 3 മാർക്ക് സ്കോർ ചെയ്യുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇനി വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സം ബേസിക് കോൺസെപ്റ്റ് എന്നാണ്. അത് ആ ക്വസ്റ്റ്യൻ NCERT-ലെ എക്സസൈസിൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയറക്റ്റ് അത് തന്നെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിലെ NCERT എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. Okay, so determine the empirical formula of an oxide of iron which has 69.9% iron and 30.1% oxygen by mass. So empirical formula ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? empirical formula മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലെ? ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഓക്കെ, എലമെന്റ്സ് 2 എലമെന്റ്സ് പറയുന്നുണ്ട്. അതിന്റെ റേഷ്യോ എടുക്കുക. ഓക്കെ, അയണും ഓക്സിജൻ അല്ലെ? ഓക്കെ, നമുക്കറിയാം ഇവരുടെ മാസ് പെർസെന്റേജ് വന്നിട്ടുണ്ട്. ഓക്കെ, Fe എത്രയാ? 69.9. 69.9%, 30.1%. ഓക്കെ, സോ നമുക്കറിയാം ഇനി മാസിനെ നമുക്ക് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യാം അല്ലെ? മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം, മാസ് ഇൻ ഗ്രാം. സോ 69.9 ഗ്രാം, 30.1 ഗ്രാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം, ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ മാസ് പെർസെന്റേജിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ? ഓരോ ആൾക്കാരുടെയും നമ്പർ ഓഫ് മോൾസ് നമുക്ക്, ഓരോ എലമെന്റിന്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് മാസ് നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. ഓക്കെ, സോ 69.9. പിന്നെ എഫിയുടെ അറ്റോമിക് മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 55.85 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, 55.85. ഓക്സിജന്റെ തരില്ല, ഓക്സിജനൊക്കെ നമ്മൾ പഠിക്കണതാ. 20 എലമെന്റ്സിന്റെ അതിന്റെ അറ്റോമിക് മാസ് അറ്റോമിക് നമ്പർ നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, Fe ആയതുകൊണ്ട് തന്നത്, പക്ഷെ ഓക്സിജൻ തരില്ല. അതൊക്കെ നമുക്ക് അറിയാം, കാരണം ഓക്സിജന്റെ ഒക്കെ നമുക്ക് അറിയാവുന്നതാണെന്ന് അവർക്ക് തന്നെ അറിയാം. ഓക്കെ, സോ 55.85. സോ അത് ചെയ്താൽ നമുക്ക് 1.25 കിട്ടും നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ദെൻ ഓക്സിജന്റെ ഗിവൺ മാസ് 30.1 ആണ്. അറ്റോമിക് മാസ് നമുക്കറിയാം 16 ആണ്. സോ അത് ചെയ്താൽ നമുക്ക് 1.88 ആൻസർ വരും നമ്പർ ഓഫ് മോൾസ്. സോ നമ്മൾ ഓരോന്നിന്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടും. എങ്ങനെ കിട്ടുക? സിംപ്ലസ്റ്റ് റേഷ്യോ ഡിവൈഡ് ഈച്ച് നമ്പർ ഓഫ് മോൾസ് ബൈ ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് അല്ലേ? ഓരോ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, ചെറിയ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ ചെറിയ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് 1.25 ആണ്. സോ ഓരോ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ നമ്പർ ഓഫ് മോൾ ആയിട്ടുള്ള 1.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 1.25 ഇയാളെയും 1.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇയാളെയും
1.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ഈച്ച് നമ്പർ ഓഫ് മോൾസ് ബൈ ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടും. സോ ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1.5 എന്ന് കിട്ടുക എന്ന് വെച്ചാൽ 3/2 എന്ന് കിട്ടുക അല്ലേ, 1.5. ഞാൻ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ബൈ 2 അല്ലേ, ഫ്രാക്ഷൻ ഒഴിവാക്കാൻ രണ്ട് ഭാഗത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഫ്രാക്ഷൻ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ 2 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും. സോ സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടി. സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് എന്ത്? എംപിരിക്കൽ ഫോർമുല. സോ Fe 2 ആണ്, ഓക്സിജൻ 3 ആണ്. സോ എംപിരിക്കൽ ഫോർമുല Fe2O3 ആണ് എംപിരിക്കൽ ഫോർമുല. ഓക്കെ, ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം കെമിക്കൽ ബോണ്ടിങ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് രണ്ട് ബോണ്ട് പേഴ്സ് തമ്മിലുണ്ടാവുന്ന ആംഗിൾ അല്ലെ, ഒരു സെൻട്രൽ ആറ്റം ചുറ്റും ഉണ്ടാവുന്ന ഇലക്ട്രോൺ പേഴ്സുകൾ, ഷെയർ ഇലക്ട്രോൺ പേഴ്സ് എന്ന് പറഞ്ഞാൽ ബോണ്ട് പേഴ്സ് തമ്മിലുണ്ടാവുന്ന ആംഗിൾ ആണ് എന്ത്? ബോണ്ട് ആംഗിൾ. സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. NH3 ക്കാണോ NF3 ക്കാണോ മോർ ഡൈപ്ലോമെന്റ്. ഇവിടെ നമുക്ക് വാല്യൂസ് അടക്കം തന്നിട്ടുണ്ട്. NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം NH3 ക്കായാലും NF3 ക്കാണെങ്കിലും 3 ബോണ്ട് പെയറും അതേപോലെ തന്നെ ഒരു ലോൺ പെയറാണ്. ദാറ്റ് ഈസ് എ പിരമിഡൽ ഷേപ്പാണ് 2 പേർക്കുള്ളത്. 2 പേർക്കും 3 ബോണ്ട് പെയർ, അതുപോലെ തന്നെ 3 ബോണ്ട് പെയർ, അതുപോലെ തന്നെ ഒരു ലോൺ പെയർ ആണ്. നമുക്കറിയാം NH3യുടെ കേസിൽ NH ബോണ്ടാണുള്ളത്. ഇവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം നൈട്രജൻ. നൈട്രജൻ എന്തെങ്കിലും ബോണ്ടത്തെ ഇലക്ട്രോണെ അവൻ്റെ അടുത്തോട്ട് വിളിക്കും. നമുക്കപ്പോൾ ഡൈപ്ലോമെൻ്റ് നൈട്രജൻ്റെ അടുത്തോട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ ലോൺ പെയർസ് എന്തെങ്കിലും ഒരു റിപ്പറേഷൻ കാണിക്കും. അങ്ങനെ നമുക്കറിയാം നെറ്റും ആറ്റും മൊമെൻ്റ് ലൈൻസ് നോക്കുന്ന സമയത്ത് ഇതാ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഫലമായിട്ട് ഇതാ ഇങ്ങോട്ട് തന്നെയാണ്. പിന്നെ ഇതാ എല്ലാതും ഒരേ ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഡൈപ്ലോമെൻ്റ് മ്യൂസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്. നമ്മുടെ അമോണിയയുടെ കേസിൽ നമുക്കതിൻ്റെ വാല്യൂ മ്യൂസ് ഈക്വൽ ടു ഫിസിക്സിലൊക്കെ പഠിക്കുന്ന വെക്ടേഴ്സിൻ്റെ അതേ തന്നെ നമുക്കറിയാം ചാർജിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 1.9 ഡിബെ ആയിരുന്നു. ഇനി NF3 കേസിലാണെങ്കിൽ കഥകൾ നേരെ മാറിയിട്ടുണ്ട്. ഹൈഡ്രജനേക്കാളും നല്ല ഇലക്ട്രോ നെഗറ്റീവ് അല്ലെ, നൈട്രജനേക്കാളും നല്ല ഇലക്ട്രോ നെഗറ്റീവ്, ദാറ്റ് ഇസ് ഫ്ലോറിൻ. അപ്പോൾ ഫ്ലോറിൻ എന്ത് ചെയ്യും? കാരണം പീരിയോഡിക് ടേബിൾ തന്നെ നമുക്കറിയാം എലമെൻസിൻ്റെ കേസിൽ ഏറ്റവും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ത്? ഫ്ലോറിൻ. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 എന്നൊക്കെ കാണിക്കുന്ന ഈ ഫ്ലോറിൻ എന്ത് ചെയ്യും? അവൻ്റെ അടുത്തോട്ട് ഇലക്ട്രോൺ പിടിച്ച് വലിക്കും. അപ്പോൾ മാക്സിമം ലൈൻസിൻ്റെ ഡയറക്ഷനും അതേപോലെ തന്നെ നമ്മുടെ ലോൺ പേഴ്സിൻ്റെ ഡയറക്ഷൻ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് പോകുന്ന പോലെ തന്നെ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? ഡൈപ്ലോമെൻ്റ് മ്യൂസ് ഈക്വൽ ടു അമോണിയയുടെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 0.24 ഡിബെ ആണ് ഇവിടെ കിട്ടുന്നത്. ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡിസ്റ്റൻസ് കുറയും. ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മുടെ NCERT ബുക്ക് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെയിം സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഡൈപ്ലോ മൂവ്മെന്റ് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 25 പോവാം അല്ലേ. 25. What are the causes of deviation of real gas from ideal behavior? State of matter. ഇതും ഒരു സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കൈനറ്റിക് ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൽ 2 പോസ്റ്റലേഴ്സ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷനിൽ റോങ് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന്, ദ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് നെഗ്ലക്റ്റഡ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസസ്. അതേപോലെ തന്നെ ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ്. ഈ 2 തെറ്റായ പോസ്റ്റലേഴ്സിൻ്റെ ബേസിൽ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസ് എന്നുള്ള 2 ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചറിൽ 2 പോസ്റ്റലേഴ്സ് ഇൻ കൈനറ്റിക് ആർ wrong. അടുത്ത ബി, ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ദാറ്റ് ബിഹൈൻഡ് ദി കാപ്പിലറി റേസ്. കാപ്പിലറി റേസിൽ സർഫസ് ടെൻഷനാണ്. നമുക്കറിയാം നമ്മുടെ ലിക്വിഡ് ഡ്രോപ്സിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? സർഫസ് ടെൻഷനാണ്. അപ്പോൾ ശരിക്കും പ്രോപ്പർട്ടി വെച്ച് കഴിഞ്ഞാൽ സർഫസ് ടെൻഷനും. റീസൺ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. അഡിസീവ് ഫോഴ്സ് കോഴ്സീവ് ഫോഴ്സിനേക്കാളും എന്താണ് ഗ്രേറ്റർ ആണ് സമയത്ത് നമുക്കറിയാം ഇങ്ങനെ റേസ് ലിക്വിഡ് ഡ്രോപ്സ് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് പ്രോപ്പർട്ടീസ് എന്താണ്? സർഫസ് ടെൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 26 ചാപ്റ്ററായ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. Every spontaneous process, the entropy of the universe increases. Delta is always greater than 0 for every spontaneous process എന്ന് പറയുന്നത്. Okay. പിന്നെ വേറെ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. നമുക്കറിയാം ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് അല്ലെ, ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് ഒരിക്കലും ഒരു ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യില്ല അല്ലെ. എപ്പോഴും ഒരു പിന്നെ ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ഡിഫൈൻ ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി നമുക്കറിയാം ഇറ്റ് ഈസ് ദ യൂസ്ഫുൾ എനർജി പ്രസന്റ് ഇൻ എ സിസ്റ്റം ടു ഡു വർക്ക് അല്ലെ. ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള എനർജിയെ വിളിക്കുന്ന പേരാണ് ഗിബ്സ് എനർജി. പിന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഹൗ ദ ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ആർ റിലേറ്റഡ്. നമുക്കറിയാം ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ അല്ലെ. ഡെൽറ്റ G ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T
ടി ഡെൽറ്റ എസ് പ്രോബ്ലംസ് ഒക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ടെമ്പറേച്ചർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇവിടെ ജസ്റ്റ് ആ റിലേഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. പഠിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ യൂസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഓർ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. ഇത് മെത്തേഡ് യൂസ് ചെയ്യാം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാലൻസ് ചെയ്താൽ മാത്രം മതി. ഇൻ അസിഡിക് മീഡിയം എന്നുള്ളത് ബ്രാക്കറ്റിലും തന്നിട്ടുണ്ട്. നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. Cl2O7 plus H2O2 next to gives ClO2 minus plus O2 plus H പ്ലസ്. അസിഡിക് മീഡിയത്തിലാണ് നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൽ ഇക്വേഷൻ അതുപോലെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. ഓക്സിജൻ്റെ -2 ആണെങ്കിൽ ക്ലോറിന് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 2x - 14 = 0. അപ്പോൾ നമുക്ക് x = എത്ര കിട്ടും, +7 എന്ന് കിട്ടും അല്ലേ. x = +7. നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്രദ്ധിക്കണം. ഒരു പെറോക്സൈഡിൽ ഓക്സിജൻ ജനറലി ഷോ -2 എന്ന് എഴുതി വെക്കരുത്. ദാറ്റ് ഈസ് ഓക്സിജൻ എന്താണ്, -1 ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഹൈഡ്രജൻ ഈസ് +1. അതുപോലെ തന്നെ ClO2 ക്ലോറിൻ നമുക്ക് ഓക്സിജൻ -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ക്ലോറിന് കിട്ടും x - 4 = -1. അങ്ങനെയാണെങ്കിൽ x = എനിക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് +3 അല്ലേ. അതേപോലെ തന്നെ O2 ഫ്രീ സ്റ്റേറ്റിൽ ഏത് എലമെൻറ്റ് നിന്ന് കഴിഞ്ഞാലും 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇൻ ചാർജ് ആണെങ്കിൽ H+ ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +1. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസും ഡിക്രീസും ദാറ്റ് ഈസ് ഓക്സിഡേഷൻ റിഡക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ക്ലോറിൻ ഇവിടെ +7 ആണ്, ഇങ്ങോട്ട് പോകുന്ന സമയത്ത് +3 ആയി എന്ന് പറഞ്ഞാൽ 7 ചേഞ്ച് ടു 3 എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് ബൈ എത്രയാണ്, 4 ആണ്. ദാറ്റ് ഈസ് റിഡക്ഷൻ ആണ്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ Cl2 ആണ്, ഇവിടെ ഒരു ക്ലോറിനേ ഉള്ളൂ. ടോട്ടൽ ഡിക്രീസ് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് റിഡോക്സ് റിയാക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് തിരിപ്പിച്ചു. സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഡിക്രീസ് നമ്മൾ ചോദിക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ടോട്ടൽ ഡിക്രീസ് പല വിദ്യാർത്ഥികളും എന്ത് ചെയ്യാറ് കണ്ടുപിടിക്കാറില്ല. അപ്പോൾ ടോട്ടൽ ഡിക്രീസ് ഈക്വൽ ടു എനിക്ക് പറയാൻ പറ്റും 1 4 ആണെങ്കിൽ 2 × 4 ദാറ്റ് ഈസ് 8 ആണ് ടോട്ടൽ ഡിക്രീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജന് -1 ആണ്, ഇവിടെ ഓക്സിജന് 0 ആണ്. മറ്റേ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ -2 കോമൺ ആയി പോയി, മറ്റേ 0. അപ്പോൾ -1 ചേഞ്ച് ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ആണ്. ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ആണ്. ഇൻക്രീസ്ഡ് ബൈ 1 ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ആണ്. ഇനി ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ O2 ആണ്, -1 2 ഓക്സിജൻ ഉണ്ട്. ടോട്ടൽ ഡിക്രീസ് ഒരു ഓക്സിജനിലെ ഇൻക്രീസ് ആണ് 1. അപ്പോൾ ടോട്ടൽ ഡിക്രീസ് പലരും കണ്ടുവച്ചിട്ടുണ്ടാവില്ല. ടോട്ടൽ ഇൻക്രീസ് ഈക്വൽ ടു 1 1 ആണെങ്കിൽ നമുക്കറിയാം 2 × 1 ദാറ്റ് ഈസ് 2 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം ഓക്സിഡേഷൻ ഇൻക്രീസും റിഡക്ഷൻ്റെ ഡിക്രീസും സെയിം ആക്കണം. ഇവിടെ ഓക്സിഡേഷൻ്റെ ഇൻക്രീസ് 2 ആണ്, റിഡക്ഷൻ്റെ ടോട്ടൽ ഡിക്രീസ് 8 ആണ്. നമുക്ക് ഓക്സിഡേഷൻ സ്റ്റെപ്പിനെ മൾട്ടിപ്ലൈ ബൈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ റിയാക്ഷൻ ഈസ് Cl2O7 plus H2O2 gives ClO2 minus plus O2 plus H2 എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പിനെ ഓക്സിഡേഷന് H+ എന്ന് പറഞ്ഞ ഈ സ്റ്റെപ്പിനെ നമുക്കറിയാം ഓക്സിഡേഷൻ നമുക്ക് 4 കൊണ്ട് 4ഉം അതേപോലെ തന്നെ 4O2 ആയി മാറി. അടുത്ത സ്റ്റെപ്പിൽ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത മെമ്പേഴ്സിനെ നമ്മൾ ചെന്നിട്ട് ബാലൻസ് ചെയ്യണം. ഇവിടെ 2 ക്ലോറിൻ, ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്തൊരു മെമ്പറായ ക്ലോറിൻ 2 ഉണ്ട്. ഇവിടെ ഒരു ക്ലോറിനുള്ളൂ, നമ്മൾ 2 എന്നിട്ട് കൊടുത്തു. ബാക്കിയൊക്കെ ഓക്സിജനും ഹൈഡ്രജൻ മെമ്പേഴ്സാണ്, നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാൻ പറ്റും ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ റിയാക്റ്റൻസിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 7 ഓക്സിജൻ 4 H2O2 4 × 2 8 ഓക്സിജൻ, ടോട്ടൽ 15 ഓക്സിജനാണ് റിയാക്റ്റൻസിലുള്ളത്. ഓക്കെ, 4 + 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ഓക്സിജനാണ് പ്രൊഡക്റ്റിലുള്ളത്. കുറവുള്ള ഭാഗത്ത് അത്രയും എമൗണ്ട് വാട്ടർ ആഡ് ചെയ്യുക. 15 12 കുറവുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, 3 H2 ആഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് അറിയണം. ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ട് അസിഡിക് മീഡിയമാണ്. അങ്ങനെയെങ്കിൽ കുറവുള്ള ഭാഗത്ത് H+ ആഡ് ചെയ്താൽ മതി. നമ്മൾ റിയാക്റ്റൻസിൽ 4 × 2 8 ഹൈഡ്രജൻ എന്നും പ്രൊഡക്റ്റിൽ നമുക്ക് 1 ഹൈഡ്രജൻ ഇവിടെയും പിന്നെ അതുപോലെ തന്നെ 3 × 2 എന്ന് പറഞ്ഞാൽ 6 ഹൈഡ്രജൻ, ടോട്ടൽ 7 ഹൈഡ്രജനിൻ പ്രൊഡക്റ്റും കിട്ടി. കുറവുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു H+, 1ൻ്റെ കുറവുണ്ട്, ഒരു H+ ആഡ് ചെയ്തു. അങ്ങനെയാണ് ഈ ഫൈനൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ബാലൻസ്ഡ് ഇക്വേഷൻ Cl2O7 plus 4H2O2 gives 2 ClO2 minus plus 4O2 H+ എന്ന് പറഞ്ഞാൽ 2H+ plus 3H
H2O. നമുക്ക് ബാലൻസ് ആയിക്കണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ചാർജ് നോക്കാം. ഇവിടെ 0 ടോട്ടൽ ചാർജ് ഓഫ് റിയാക്ടൻസ് 0 ആണ്. ബട്ട് പ്രൊഡക്റ്റ് 2 -1 രണ്ടാൾ എന്ന് പറഞ്ഞാൽ -2 പ്ലസ് O2ൻ്റെ 0 2H പ്ലസ് 1 എന്ന് പറഞ്ഞാൽ +2 ദാറ്റ് ഈസ് നെറ്റ് ചാർജ് ഈസ് 0. രണ്ടിൻ്റെയും ചാർജ് സെയിം ആണ്. ഈക്വേഷൻ എന്താണ്? ബാലൻസ്ഡ് ഫോമിലോട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യനാണ് റിഡോക്സ് എന്ന് ചോദിച്ചത്. NCERT ബുക്കിൽ നമ്മളെ കോമൺ സ്ഥലത്ത് പറയാത്ത ക്വസ്റ്റ്യനാണ്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 28 ഒന്ന് നോക്കാം അല്ലേ. ഫ്രം S ബ്ലോക്ക് ആണ്. വൈ ബെർലിയം എക്സിബിറ്റ് അനോമലസ് ബിഹേവിയർ. ബെർലിയം എന്തുകൊണ്ടാണ് ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള റീസൺ? ഫസ്റ്റ് മെമ്പേഴ്സാണ്. ഫസ്റ്റ് മെമ്പേഴ്സ് എന്ത് ചെയ്യും? മറ്റു ഗ്രൂപ്പുകളിൽ നിന്നും അനോമലസ് ബിഹേവിയർ കാണിക്കും. കാരണം സ്മാൾ സൈസാണ്, ഒരുപാട് ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവരെന്ത് ചെയ്യും? അനോമലസ് ബിഹേവിയർ കാണിക്കും, വ്യത്യസ്ത പ്രോപ്പർട്ടി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് എനി ടു ഡയഗണൽ റിലേഷൻ ബിറ്റ്വീൻ ബെർലിയം ആൻഡ് അലുമിനിയം. നമുക്കറിയാം ബെർലിയത്തിനെയും സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പറായ ബെർലിയം 13th ഗ്രൂപ്പിലെ സെക്കൻഡ് മെമ്പറായ അലൂമിനിയവും അല്ലേ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ഒരുപാട് പ്രോപ്പർട്ടി, കാരണം സിമിലർ സൈസൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോപ്പർട്ടി അവർക്ക് എന്താണ് സെയിം ആണ്. രണ്ടുപേരും നമുക്കറിയാം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യൂല. പിന്നെ രണ്ടുപേരും കോംപ്ലക്സ് അയോണുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാണ് NCERT ബുക്കിൽ ഒരുപാട് പോയിന്റുകൾ ഡയഗണൽ റിലേഷൻഷിപ്പ് ഓഫ് ബെർലിയം ആൻഡ് അലുമിനിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിലേതിലൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ എഴുതി പോവാം. രണ്ടാരും നല്ല കോംപ്ലക്സ് റിയാക്ഷൻ ഒരു മാർക്ക് ഏതിലൊക്കെ ഒന്ന് എഴുതിയാൽ മതി. നമ്മൾ പറയുന്നതിന് അർത്ഥമല്ല. ബെർലിയം ആൻഡ് മെഗ്നീഷ്യം ഡു നോട്ട് ഇമ്പാർട്ട് എനി കളർ ടു ഫ്ലെയിം, ഗിവ് ദ റീസൺ. ഞാൻ പറഞ്ഞു ബെർലിയം എന്ന് പറഞ്ഞാലും ഏറ്റവും പീരിയോഡിക് ടേബിളിന് മുകളിൽ നിൽക്കുന്ന ആളാണ് ഗ്രൂപ്പ് 2-ൽ. അങ്ങനെയാകുമ്പോൾ സൈസ് കുറവാണ്. സൈസ് കുറഞ്ഞ ഒരാൾക്ക് ബെർലിയം അലുമിനിയം സിമിലർ സൈസുമാണ്. അപ്പോൾ സൈസ് കുറഞ്ഞ ഒരാൾക്ക് നമുക്കറിയാം ഹൈ അയണൈസേഷൻ എന്താൽപ്പി ആയിരിക്കും. നമ്മൾ ഓക്സൈഡ് ഫിലിം നമുക്ക് കളറൊക്കെ കാണിക്കണമെങ്കിൽ ഇലക്ട്രോണുകളുടെ എക്സൈറ്റേഷൻ വേണം. ഫ്ലെയിമിൽ ഇലക്ട്രോണിൻ്റെ എക്സൈറ്റേഷൻ ഹൈ നമ്മുടെ അയണൈസേഷൻ താല്പര്യം കൂടിക്കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ എന്തല്ല ഒരു ഫ്ലെയിമിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട്സിന് എന്ത് കിട്ടാറില്ല, കളർ കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, C ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29 ഹൈഡ്രോ കാർബൺസ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പ്രൊപ്പീൻ വന്നിട്ടുണ്ട്, അൺസിമെട്രിക്കൽ അൽക്കീനാണ്, HBr ആഡ് ചെയ്യണം, മാർക്കോ നിക്കോസ് റൂൾ ആണ് പറയാം. പിന്നെ അതിന്റെ റീസൺ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് 29 ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അല്ലേ. പ്രൊപ്പീൻ ആണ്. ഓക്കെ, CH3 CH ഡബിൾ ബോണ്ട് CH2 HBr ആഡ് ചെയ്യാണ്. മാർക്കോ നിക്കോസ് റൂൾ അല്ലേ. ഒരു പെറോക്സൈഡ് ഉണ്ടോ എന്ന് നോക്കണം. ആൽക്കീൻ ആണ്, ഇവിടെ പെറോക്സൈഡ് ഒന്നുമില്ല. സോ ഡയറക്റ്റ് മാർക്കോ നിക്കോസ് ആണ്. ഓക്കെ, സോ ഇതിലെ മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും നമുക്കറിയാം അല്ലേ. മാർക്കോ നിക്കോസ് റൂള്. ഓക്കെ, അഡെൻഡത്തിന്റെ പോസിറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺസിൽ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അങ്ങോട്ട് നെഗറ്റീവ് പാർട്ട് വരും. ഡബിൾ ബോണ്ടഡ് കാർബൺസിൽ എവിടെയാണോ ഹൈഡ്രജൻ എണ്ണം കൂടുതലുള്ളത് അങ്ങോട്ട് അഡെൻഡത്തിന്റെ പോസിറ്റീവ് പാർട്ട് വരും. ദാറ്റ് ഈസ് മാർക്കോ നിക്കോസ് റൂൾ അല്ലേ. ഓക്കെ, സോ ഇവിടെയാണ് ഹൈഡ്രജൻ എണ്ണം കുറവുള്ളത്. സോ ഇങ്ങോട്ട് നെഗറ്റീവ് പാർട്ടായിട്ടുള്ള Br വരും, ഇങ്ങോട്ട് പോസിറ്റീവ് പാർട്ടായിട്ടുള്ള ഹൈഡ്രജൻ വരും. സോ നമുക്ക് എന്താ കിട്ടുക, മേജർ പ്രൊഡക്റ്റ് CH3 CH Br സിംഗിൾ ബോണ്ട് CH3 അല്ലേ. സോ ഇതാണ് മേജർ പ്രൊഡക്റ്റ്. ഇനി മൈനർ പ്രൊഡക്റ്റ് നമുക്കറിയാം നേരെ തിരിച്ച് അല്ലേ. CH3 CH2 സിംഗിൾ ബോണ്ട് CH2 Br. ദിസ് ഈസ് ദ മൈനർ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഐഡന്റിഫൈ A ആൻഡ് B എന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും രണ്ട് പ്രൊഡക്റ്റ് ചെയ്താ. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് വിച്ച് ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ആൻഡ് വൈ. ഇതാണ് മേജർ പ്രൊഡക്റ്റ്. മാർക്കോ നിക്കോസ് അഡീഷൻ ആണ് അല്ലെ. ജസ്റ്റ് മാർക്കോ നിക്കോസ് അഡീഷൻ എന്താന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, സ്റ്റേറ്റ് ഹക്കൽസ് റൂൾ. നമ്മൾ ഹൈഡ്രോകാർബൺസിന്റെ ലാസ്റ്റ് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആവുള്ള കണ്ടീഷൻസ് അല്ലെ. ഹക്കൽ റൂൾ ഒന്ന്, ആ കോമ്പൗണ്ട് സൈക്ലിക് ആയിരിക്കണം, ആ കോമ്പൗണ്ട് പ്ലാനാർ ആയിരിക്കണം. ഓക്കെ, 4n+2 പൈ ഇലക്ട്രോൺ, കംപ്ലീറ്റ് കോൺജുഗേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, കംപ്ലീറ്റ് കോൺജുഗേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്, കംപ്ലീറ്റ് കോൺജുഗേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്. ഓക്കെ, ദെൻ നാലാമത്തത് പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം 4n+2 ആയിരിക്കണം. എന്നൊരു ഹോൾ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഹക്കൽ നമ്പർക്ക് ഒന്ന് വിളിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ n 0 എന്ന് കൊടുത്താൽ 2 എന്ന് വരും. ഓക്കെ, n 1 എന്ന് കൊടുത്താൽ 6 എന്ന് വരും. 10 14 18 ഹക്കൽ നമ്പർ. ഓക്കെ, സോ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് എന്തായിരിക്കും, ആരോമാറ്റിക് ആയിരിക്കും. ദാറ്റ് ഈസ് ഹക്കൽസ് റൂൾ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30 പെർഹൈഡ്രോൾ ഈസ് യൂസ്ഡ് ആസ് ആൻ ആന്റിസെപ്റ്റിക്. ഗിവ് ദി കെമിക്കൽ നേച്ചർ ഓഫ് പെർഹൈഡ്രോൾ. പെർഹൈഡ്രോളിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞാൽ H2O2 ഹൈഡ്രജൻ
പെറോക്സൈഡിനെ നമ്മളെ വിളിക്കുന്നത്. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ഐസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഐസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഓർഡേഡ് 3D ഹൈഡ്രജൻ ബോണ്ടഡ് സ്ട്രക്ചറാണ് എന്തുള്ളത് ഒരു ഐസിനുള്ളത്. നമ്മൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മുടെ NCERT ബുക്കിൽ ഉഷാറായിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതെന്താണ് ഹൈലി ഓർഡേഡ് 3 ഡയമെൻഷണൽ ഹൈഡ്രജൻ ബോണ്ടഡ് സ്ട്രക്ചറാണ് ഐസിനുള്ളത്. നെയിം എനി 2 മെത്തേഡ് ഫോർ റിമൂവൽ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഏകദേശം ഒരു സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെ. ഏതൊരു മെത്തേഡിൻ്റെ പേര് എഴുതിയാൽ മതി. സാധാരണ മെത്തേഡ്സുകൾ കംപ്ലീറ്റ് ചെയ്താനൊക്കെ 1 മാർക്ക് 2 മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മെത്തേഡ്സിൽ കാൽഗൻ പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റ് മേലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട് പെർമനൻറ്റ് ഓഫ് ഹാർഡ്നെസ് കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 31 എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ആണ്. ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഒന്നാമത്തത് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ pH ഓഫ് വാട്ടർ ലെസ് ദാൻ 5.6 വരുന്ന സമയത്താണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. സാധാരണ എന്തുകൊണ്ടാണ് ആസിഡ് റെയിൻ അങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറിൽ ഉണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫർ ഡയോക്സൈഡ് H2SO4 ആയിട്ടും നൈട്രജൻ ഡയോക്സൈഡ് HNO3 എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുള്ള നല്ല സ്ട്രോങ് ആസിഡ്സിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് അവരെ ആസിഡ് റെയിനായിട്ട് പെയ്യാനുള്ള റീസൺ. 7 pH ലെസ് ദാൻ 7 ആകുന്ന സമയത്ത് ആസിഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആസിഡ് റെയിൻ്റെ കണ്ടീഷൻസ് BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്, അതായത് ഒരു ഓർഗാനിക് വേസ്റ്റിന് നമ്മളൊരു ബാക്ടീരിയക്ക് അതിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ട ഓക്സിജൻ്റെ എമൗണ്ട് ആണ്, ബാക്ടീരിയക്ക് വേണ്ട ഓക്സിജൻ്റെ എമൗണ്ട് ആണെന്ത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതുപോലെ തന്നെ COD കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ജസ്റ്റ് നോക്കുമ്പോൾ BOD ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഗ്രീൻ കെമിസ്ട്രി? നമുക്കറിയാവുന്ന ഒരു പ്രാക്ടിക്കൽ എന്താണ് ആപ്ലിക്കേഷനാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നേച്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പൊല്യൂട്ടൻസിനെ നമ്മൾ എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക തരം കെമിസ്ട്രിയാണ് ഗ്രീൻ കെമിസ്ട്രി. നാച്ചുറൽ കെമിസ്ട്രി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 32 എ ബോണ്ട് ആംഗിൾ ഇൻ വാട്ടർ ഈസ് ലോവർ ദാൻ ടെട്രാഹൈഡ്രൽ ആംഗിൾ. വൈ? വാട്ടർ ഈസ് 5 ആയിട്ട് ടെട്രാഹൈഡ്രലിൻ്റെ നമുക്കറിയാം 4 ആൾക്കാർ 3D നിൽക്കുന്ന 109 ഡിഗ്രി 28 മിനിറ്റ്സിൽ നിന്നും ബോണ്ട് ആംഗിൾ വാട്ടർ V ഷേപ്പ് ബെൻഡ് ഷേപ്പ് ഉള്ളതിൽ 104.5 ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലോൺ പെയറിൻ്റെ പ്രസൻസ് ആണ്. ലോൺ പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും, ബോണ്ട് പെയറുകൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞാൽ ആംഗിളുകൾ എന്ത് ചെയ്യും, കുറയും, ജസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അമോണിയയുടെ കേസും ഇത് തന്നെയാണ്. ഒരു ലോൺ പെയറിൻ്റെ പ്രസൻസിലുണ്ട് 107 ആയിട്ടും കുറയാറുണ്ട്. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് മോളിക്യൂൾ ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഈസ് ഇൻ sp ഹൈബ്രിഡൈസേഷൻ. sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഒരു എസ്ഒർബിറ്റൽ പി ഓർബിറ്റൽ നമുക്കറിയാം BeCl2 പോലുള്ള എക്സാമ്പിളൊക്കെ NCERT ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ് sp ഹൈബ്രിഡൈസേഷൻ ആണ്, ഒരു ലീനിയർ ജോമെട്രിയാണ് അല്ലേ, ലീനിയർ ജോമെട്രിയാണ്. എക്സാമ്പിൾ BeCl2 CO2 അതുപോലെ തന്നെ ഈഥൈൻ C2H2ലെ 2 കാർബണുകൾ കാണിക്കുന്നത് sp ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERT ബുക്ക് വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നൈട്രജൻ മോളിക്യൂൾ ആൻഡ് കാൽക്കുലേറ്റ് ദിസ് ബോണ്ട് ഓർഡർ. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നമുക്കറിയാം σ1s2 σ2s2 എന്ന് പറഞ്ഞിട്ട് അപ് ടു 14 വരെയും 14 ഗ്രേറ്റർ ആണെങ്കിൽ ജസ്റ്റ് ഒരു σ2pz എന്നൊരു ഓവർകം ചെയ്യുന്ന ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് എങ്ങനെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ½ ഇൻറ്റു NB മൈനസ് NA അല്ലെ, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ ഹാഫാണ് ഇത് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. നൈട്രജൻ നമ്മുടെ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നതും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അറ്റോമിക് നമ്പർ നമ്മുടെ ഇലക്ട്രോണുകളുടെ എണ്ണം 14 എന്ന് വരും. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവും, നമുക്ക് ബോണ്ട് ഓർഡർ ഈക്വൽ ടു 3 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NCERT ബുക്കിൽ ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. ഇനി അടുത്തത് 33 ഫ്രം ഇക്വിലിബ്രിയം ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. നമുക്കറിയാം KW പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ആൻഡ് OH മൈനസ് അയോൺ അല്ലേ. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH മൈനസ് അയോൺ. ഇതിന്റെ വാല്യൂ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. KW യുടെ റൂം ടെമ്പറേച്ചറിലെ വാല്യൂ 10⁻⁻14 മോൾ പെർ ലിറ്റർ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. ജസ്റ്റ് എന്താ അയോണിക് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്, ജസ്റ്റ് ഇക്വേഷൻ ചെയ്ത് വെച്ചാൽ തന്നെ മതി, അങ്ങ് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അറേഞ്ച് ദ ഫോളോവിങ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അസിഡിക് സ്ട്രെങ്ത്. ഓക്കെ, ഡിഫറെന്റ് ഹൈഡ്രജൻ ഹാലൈഡ് തന്നിട്ടുണ്ട്, HBr, HI, HF, HCl. ഓക്കെ, അവരുടെ അസിഡിക് നേച്ചറിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. പറയാം പിന്നെ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് താഴോട്ട് വരികയാണ് അല്ലേ. സോ ബോണ്ട് ലെങ്ത് നോക്കിയാൽ മതി, ആരാണോ ഈസി ആയിട്ട് H+നെ ഡൊണേറ്റ് ചെയ്യുക അയാളായിരിക്കും നല്ല ഓക്കെ. സോ നമുക്കറിയാം HIയുടെ ബോണ്ട് ലെങ്ത് ആണ് കൂടുതൽ അല്ലെ. ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ നമുക്കറിയാം HI, HBr,
then HCl, then last and final HF. അല്ലേ? ഇവിടെയൊക്കെ ബോണ്ട് ലെങ്ത് ചെറിയ ആറ്റങ്ങളാണ്. സോ ബോണ്ട് ലെങ്ത് വളരെ ചെറുതായിരിക്കും, ബോണ്ട് വളരെ H+ സ്ട്രോങ് ആയിരിക്കും അല്ലേ? ബോണ്ട് ലെങ്ത് plus കുറവായിരിക്കും. സോ ഈ ബോണ്ട് ലെങ്ത് കൂടുതലാണ് HIയിൽ. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, H+നെ ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, സോ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ HI, then HBr, then HCl, then HF. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ സി. ക്വസ്റ്റ്യൻ നമ്പർ സി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ഡിസോസിയേഷൻ ഓഫ് NH4OH ഈസ് സപ്രസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് NH4Cl. നെയിം ദ പ്രിൻസിപ്പിൾ അപ്ലൈഡ് ഹിയർ. ഓക്കെ, നമുക്കറിയാം കോമൺ അയൺ എഫക്റ്റ് ആണ്, പക്ഷെ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ്. നെയിം ദ പ്രിൻസിപ്പിൾ അപ്ലൈഡ്. പ്രിൻസിപ്പിൾ ഓഫ് കോമൺ അയൺ എഫക്റ്റ് ഈസ് ദ Le Chatelier പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വീക്ക് ആസിഡിന്റെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് സപ്രസ് ചെയ്യുന്ന കോമൺ അയണിലെ ഏത് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താലും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ എന്ത് ചെയ്യും, സപ്രസ് ചെയ്യാം. ഓക്കെ, ആ എഫക്റ്റിനെ നമ്മൾ കോമൺ അയൺ എഫക്റ്റ് എന്ന് വിളിക്കുക. പക്ഷെ അതിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പിൾ നമുക്കറിയാം Le Chatelier പ്രിൻസിപ്പിൾ ആണ്. NCERT ബുക്കിൽ തന്നെ ഡിസ്കസ് ചെയ്തൊരു എക്സാമ്പിൾ തന്നെയാണത്. Okay, then give an example for acidic buffer. Acidic buffer നമുക്കറിയാം it is the mixture of weak acid and the salt of this weak acid with a strong base എന്നാണ്. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും ഒരു വീക്ക് ആസിഡ് എഴുതാം. ഫോർ എക്സാമ്പിൾ CH3COH. സോ ഒരു വീക്ക് ആസിഡിന്റെയും ഈ വീക്ക് ആസിഡ് ഒരു സ്ട്രോങ് ബേസുമായിട്ട് ഉണ്ടാക്കുന്ന സാൾട്ടിന്റെയും മിക്സ്ചർ ആണ് അസിഡിക് ബഫർ. സോ ഏതെങ്കിലും ഒരു സ്ട്രോങ് ആസിഡ് ഇപ്പൊ നമുക്ക് എണ്ണ വെച്ചെടുക്കാം, ഒരു സ്ട്രോങ് ബേസ് എണ്ണ വെച്ചെടുക്കാം. സോ ഈ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ ഉണ്ടാക്കുന്ന സാൾട്ട്, സോ CH3COH ഉം NaOH ഉം തമ്മിൽ ഉണ്ടാക്കുന്ന സാൾട്ട് ഏതാ, CH3CON അല്ലേ, സോഡിയം അസറ്റേറ്റ്. സോ ഇതൊരു എന്താണ്, അസിഡിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് weak acid and salt of this weak acid with a strong base. അല്ലേ, ഏത് എക്സാമ്പിൾ ചെയ്തേ, ഏതെങ്കിലും ഒരു വീക്ക് ആസിഡ് എടുക്കുക, ആ വീക്ക് ആസിഡ് ഒരു സ്ട്രോങ് ബേസുമായിട്ട് ഉണ്ടാക്കുന്ന സാൾട്ട്, അതിന്റെ രണ്ടിന്റെയും മിക്സ്ചർ. ക്വസ്റ്റ്യൻ നമ്പർ 34 ഹൈഡ്രോ ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, വാട്ട് ആർ ന്യൂക്ലിയോഫൈൽസ്? നമുക്കറിയാം ന്യൂക്ലിയോഫൈൽസ് ആർ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് അറ്റാക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ. ന്യൂക്ലിയോഫൈൽസ് ഇലക്ട്രോഫൈൽസ് അറ്റാക്കിംഗ് റിയേജന്റുകളാണ്. ഓക്കെ, സോ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ് വിച്ച് അറ്റാക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ. പിന്നെ അതിന് എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പല എക്സാമ്പിൾസ് ന്യൂട്രൽ ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട്, അതുപോലെ മൈനസ് ചാർജുള്ള നെഗറ്റീവ് സ്പീഷീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ OH-, Cl-, ഒക്കെ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ആണ്. ഇനി വേണമെങ്കിൽ H2 എഴുതാം, NH3 എഴുതാം, കാരണം ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട് സെൻട്രൽ ആറ്റമേ, ദേ ആർ ഇലക്ട്രോൺ റിച്ച്. ഓക്കെ, സോ ദേ അറ്റാക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ. ഓക്കെ, പിന്നെ അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഹൗ വിൽ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ബൈ ലസൈൻ ടെസ്റ്റ്. ലസൈൻ ടെസ്റ്റിൽ നമുക്കറിയാം ആദ്യം നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കണം, ലസൈൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, ഒരു ട്യൂബിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ സോഡിയം മെറ്റൽ ആഡ് ചെയ്യുക. സോഡിയം മെറ്റൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുക, ആദ്യം മെല്ലെ ചൂടാക്കുക, പിന്നെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ ട്യൂബ് റെഡ് ഹോട്ട് കളറായിട്ട് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്യൂബിനെ, ഈ ചൂടുള്ള ഈ ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ചൂടാക്കുക. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ട്യൂബൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിൽട്രേറ്റിനെ വിളിക്കുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ലസൈൻ എക്സ്ട്രാക്ട്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ ആ നൈട്രജനും, ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ ആ നൈട്രജനും അതുപോലെ കാർബണും സോഡിയം ഒക്കെ റിയാക്ട് ചെയ്തിട്ട് അവിടെ NaCN ഉണ്ടായിട്ടുണ്ടാവും ലസൈൻ എക്സ്ട്രാക്റ്റിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ലസൈൻ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ FeSO4 സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത ഒരു ബ്ലൂ കളറുള്ള ഫെറിഫെറോസൈനൈഡ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഒക്കെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ നൈട്രജനെ ലസൈൻ എക്സ്ട്രാക്ട് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സി ക്വസ്റ്റ്യൻ നെയിം എനി മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. രണ്ട് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്, ദുമാസ് മെത്തേഡും ജൽദാസ് മെത്തേഡും. ഓക്കെ, ഇവിടെ ഏതെങ്കിലും ഒരു മെത്തേഡിന്റെ പേര് എഴുതി വെച്ചാൽ മതി. സോ ദുമാസ് മെത്തേഡ് എഴുതാം അല്ലെങ്കിൽ ജൽദാസ് മെത്തേഡ് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 35 സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2s ഓർബിറ്റലിന്റെ ഷേപ്പ് ചോദിച്ചിട്ടുള്ളത്. എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫെരിക്കൽ ഷേപ്പ് ആണ് അല്ലേ. എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് സ്ഫെരിക്കൽ ഷേപ്പാണ്. 2s ആണ് സമയത്ത് ഒരു നോഡ് ഉണ്ടാവും, നോഡ് കഴിഞ്ഞാൽ വീണ്ടും എന്താ, ഇലക്ട്രോൺ ഫൈൻഡിങ് റീജിയൻസ്. ഇതാണ് നമ്മുടെ 2s ഓർബിറ്റൽസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സ്റ്റേറ്റ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നമുക്ക് 4 സെറ്റ് കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ പോളി പറയുന്നുണ്ട് ഒരിക്കലും ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾക്ക് സെയിം സെറ്റായിട്ട് എന്ത് വരില്ല, 4 കോണ്ടന്റ് നമ്പേഴ്സും ഈക്വൽ ആവില്ല. അതായത് ഒരു ആറ്റത്തിൽ 2 ഇലക്ട്രോൺ ഒരേ സെറ്റ് കോണ്ടന്റ് നമ്പറിലുള്ള ഇലക്ട്രോണുകൾ ഇല്ല എന്നാണ് പോളി പറഞ്ഞിട്ടുള്ളത്. നോട്ട് 2 ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം, സെയിം ആറ്റം
can have four set of quantum numbers എന്ന് പറഞ്ഞാൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. റൈറ്റ് ദ വാല്യൂസ് ഓഫ് ആൾ ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് സോഡിയം ആറ്റം. സോഡിയം എന്ന് പറഞ്ഞാൽ ആറ്റം നമ്പർ 11. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നിയോൺ കഴിഞ്ഞാൽ 3s1 ഇതാണ് ലാസ്റ്റത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3s1. നമുക്കറിയാം ക്വാണ്ടം നമ്പേഴ്സ് n ഉണ്ട്, അസിമുതൽ ക്വാണ്ടം നമ്പർ L, അതുപോലെ തന്നെ മാഗ്നറ്റിക് ലാസ്റ്റ് ആൻഡ് സ്പിൻ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 3s1 ആണ്, n is 3, L is അസിമുതലാണെങ്കിൽ L is s ഓർബിറ്റൽ ആണെങ്കിൽ s സബ്ഷെല്ലാണ്, L is 0. നമുക്കറിയാം മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -L മുതൽ +L വരെ, അങ്ങനെയാണെങ്കിൽ 0 to 0 0. സ്പിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒന്നെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ എന്തായിരിക്കും +. ഇത്രയേ ഉള്ളൂ നമ്മുടെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 2020. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഓർഗാനിക് അതിന് പകരം ഓർഗാനിക് വളരെ ഫിസിക്കൽ കെമിസ്ട്രി അതുപോലെ ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തെർമോഡൈനാമിക്സ് ഒക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പൊതുവെ നല്ല ഈസി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഓർഗാനിക്കിലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ പോർഷൻസും കവർ ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ ഒരു ഫുൾ മാർക്ക് വാങ്ങാവുന്ന പേപ്പർ തന്നെയാണ്. ഓക്കെ, അല്ലാതെ സ്റ്റാൻഡേർഡ് ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണ പബ്ലിക് എക്സാമിന് കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലത് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം അങ്ങനെ വലിയ സ്റ്റാൻഡേർഡിലൊന്നും ചോദിച്ചിട്ടില്ല, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായാലും ഈ കോവിഡ് പ്രതിസന്ധിയിൽ നമ്മൾ നേരിട്ട ഈ ക്വസ്റ്റ്യനും എന്തായിരുന്നു നമുക്ക് ഏകദേശം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് നല്ലപോലെ ഇനിയും എന്ത് ചെയ്യുക, അടുത്ത എക്സാമിൽ ഉഷാറായിട്ട് എഴുതുക. എന്തെങ്കിലും മിസ്റ്റേക്സിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പരമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫിനിക്സ് എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായത്താലും നമ്മൾ എന്ത് ചെയ്യുക, ഒരൊറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ. +1 നമ്മൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആരും സങ്കടപ്പെടേണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സിമ്പിളായിരുന്നു. ഒരു പക്ഷേ നമുക്കത് കൂട്ടാനുള്ള ചോയ്സ് ഇനി +2 വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊപ്പം ഒരുമിച്ച് എന്ത് ചെയ്യാം, മുന്നേറാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.